നോക്കടാ, ഒരു മുഴുക്കിറുക്കൻ. ഇനി എന്നത്തോട് അവര് പുറത്തു തന്നെയുണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യും? അടിയിലെങ്ങനെ ഇതുണ്ട്. ഭരണങ്ങാനത്തൊന്നും വരുന്നതല്ലേ? ഇത്രയും വൈകിയപ്പോ നിങ്ങൾ ഇനി ഇന്ന് എത്തുകയില്ലെന്നാ കരുതിയത്. ധ്യാനം കൂടാൻ വന്ന ബാക്കി സിസ്റ്റേഴ്സ് എല്ലാം 6 മണിക്ക് മുമ്പ് തന്നെ എത്തി. ട്രെയിൻ ലേറ്റ് ആയി പോയതുകൊണ്ട് വൈകിപ്പോയതാ. നിങ്ങൾ ആഹാരം വല്ലതും കഴിച്ചതാണോ? ഒന്നും കഴിച്ചില്ല. കുടൽ കത്തിക്കരിയുന്ന വിശപ്പാണ്. എന്നാൽ ഡൈനിങ് ഹാളിലേക്ക് പോയിക്കോളൂ. നിൽക്കൂ. എന്താ ഈ കർച്ചിഫ് മൂക്കിൽ തന്നെ വെച്ചിരിക്കുന്നത്? ഞങ്ങൾക്ക് നല്ല ജലദോഷ. നല്ല പനി. 110 ഡിഗ്രി വീതമുണ്ട്. അതെയോ? എന്നാ ഇന്നിനും ഒന്നും കഴിക്കണ്ട, റെസ്റ്റ് എടുത്തോളൂ. ദേ റൂം നമ്പർ 34ലേക്ക് വെക്കോളൂ. പനി അല്പം കുറഞ്ഞിട്ടുണ്ട്. നല്ല ഫുഡ് കഴിക്കാനുള്ള ചാൻസ്. നല്ല ഫുഡ് കഴിക്കാനുള്ള ചാൻസാണ് നഷ്ടപ്പെട്ടത്. അവന്റെ ഒരു ഒടുക്കലത്തെ ഫുഡ് അവന്മാരുടെ കൈ കിട്ടി നമ്മളെ ജീവനോടെ വെച്ചേക്കില്ല. അത് ഉറപ്പുള്ളത് കൊണ്ട് നല്ലതുപോലെ ബാക്കി രുചിയായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് മരിക്കാമെന്ന് പറയുന്നത്. അവന്മാർ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ഇപ്പൊ പുറത്തു പോകുന്ന അപകടം ഇവിടെ തന്നെ കൂടാം. എത്ര നേരമായി ഈ കർച്ചീഫും പിടിച്ചോണ്ട് ഇങ്ങനെ ഇവിടെ? അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ? അതെ, നമുക്ക് ഈ മീശ കരിച്ചു കളഞ്ഞാലോ? ചേട്ടനെ തന്നെ താനങ്ങ് കരിച്ചോണ്ടാ മതി. ഈ മോന്തയില് മീശ ഉള്ളതും ഇല്ലാത്തൊക്കെ കണക്കാ. പിന്നെ കിടന്നുറങ്ങാൻ നോക്ക്. പോത്തുപോലെ കിടന്നുറങ്ങിക്കളയരുത്. അവന്മാര് പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്പ സ്ഥലം വിടണം. വല്ലാത്ത ഉഷ്ണം. പിക്കല്ലടാ. ഗുഡ് മോർണിംഗ്. നിങ്ങൾ എവിടെ നിന്ന് വരിക? ഭരണങ്ങാനത്ത് നിന്നും വരിക. ഇന്നലെ വരാൻ പറ്റിയില്ല. ഭരണങ്ങാനത്ത് നിന്നോ? അപ്പൊ രാത്രി വന്നവരോ? അവിടുന്ന് വേറെ ആരും വന്നിട്ടില്ല മദർ. ശരി, വരൂ, ഞാൻ കാണിച്ചു തരാം. ചിലപ്പോ ബ്രേക്ക്ഫാസ്റ്റ് തരാൻ വിളിക്കായിരിക്കും. നിന്നോട് ഞാൻ ഇപ്പോഴേ പറഞ്ഞു. നിങ്ങൾ ഭരണങ്ങാനത്ത് നിന്നാണോ വരുന്നത്? അല്ല, അതെ.
പറയട്ടെ. ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള മുഖമാണ്. 5 രൂപ തന്നെ 2 രൂപയുടെ ഫലം പറയും. ഉള്ളതേ പറയത്തുള്ളൂ, ഇല്ലാത്തത് പറയാൻ മടി കാണിക്കത്തില്ല. നല്ല ലക്ഷണം കെട്ട മുഖമാണ്. മകന്റെ നാളെ ഏതാ? പൂണാർത്ഥം. പുടരുന്ന സ്വഭാവക്കാരനാണ്. മകനെ ഈ ആഴ്ചയിൽ 4 ദിവസങ്ങൾ നല്ല ദിവസങ്ങളല്ല, ബാക്കി 3 ദിവസം മോശമാണ്. ശനി ഞായർ ദിവസങ്ങൾ അവധി ദിവസങ്ങളായിരിക്കും. മകന് 48 വയസ്സ് കഴിഞ്ഞാൽ 49 വയസ്സാകും. മകന്റെ മനസ്സിൽ 1-ന് 3-ന് ഇവിടേക്കുള്ള സംഖ്യ വിചാരിച്ചു 2 അല്ലേ. മോന്ത കണ്ട പട്ടി കഞ്ഞി കുടിക്കത്തില്ല. ദോഷമില്ല മകനെ, ഗുണം തന്നെ. മുഖലക്ഷണമെന്ന് പറയണ്ട, ഐശ്വര്യം കെട്ട മുഖമാ. 2 രൂപയുടെ ഫലം പറയും. ഉള്ളതേ പറയത്തുള്ളൂ, ഇല്ലാത്തത് പറയാൻ മടി കാണിക്കില്ല. കയ്യിൽ വെച്ചോണ്ടില്ലെന്ന് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. എനിക്കൊരു കത്തുണ്ട്, ഇങ്ങോട്ട് ഇറങ്ങി വാ. ഈ തെങ്ങ് മുഴുവൻ കയറിയിട്ടേ ഞാൻ ഇറങ്ങുന്നുള്ളൂ. എന്നാ കത്ത് ഞാൻ തിരിച്ചയക്കും. നീ എങ്ങോട്ടെങ്കിലും അയക്കേ. നിന്നോടല്ലടാ ഇറങ്ങി വരാൻ പറഞ്ഞത്. ഇതൊരു ശല്യമായല്ലോ. നിന്റെ ഒടുക്കത്തെ ഒരു കത്ത് ഇന്ന് നിന്റെ പോസ്റ്റ് ഓഫീസിൽ ഞാൻ കത്തിക്കൂടാ. എന്താ പറ്റി പറഞ്ഞത്? നീ എന്റെ പോസ്റ്റ് ഓഫീസിൽ എത്തിക്കുന്നു. പോസ്റ്റ് ഓഫീസിൽ എത്തിക്കോടാ. എന്താ സംഘടന തെരഞ്ഞെടുപ്പ് നടക്കുന്നോടെ? സാറേ, ഇവൻ പറയുന്നു എന്റെ പോസ്റ്റ് ഓഫീസ് കത്തിക്കുമെന്ന്. ഗോപാലിന്റെ പോസ്റ്റ് ഓഫീസ് ഒരുത്തനും കത്തിക്കില്ല. ഞാനില്ല ഇവിടെ. സാറിന് ലെറ്റർ കൊല്ലും വേണോ? എത്ര എണ്ണം വേണമെങ്കിലും ഞാൻ കൊണ്ടുതരാം. അത് ഞാൻ പോസ്റ്റ് ഓഫീസിൽ മേടിച്ചോളാം. ഗോപാലൻ വരട്ടെ സാറേ. പോസ്റ്റ് ഓഫീസ് കത്തിക്കുന്ന കാര്യം നീ അല്ലാതെ അവനോട് പറയൂ. അവൻ ഏറ്റവും ദേഷ്യമുള്ള വാക്കാണത്. കൊല്ലാൻ വരെ മടിക്കില്ല, അറിയോ? തേങ്ങയുടെ അയ്യോ, എന്റെ തേങ്ങയുടെ. സാറേ, സാറ് ഒന്നും കണ്ടു പേടിക്കണ്ട. ഇതൊക്കെ അങ്ങനെയൊക്കെ നടന്നോളും. ആരുമായിട്ട് കൂടുതൽ അടുക്കാൻ നിൽക്കണ്ട. ഇന്ന് 5 മനക്കൽ അമ്പലത്തിലൊരു നാടകമുണ്ട്. ഞാനൊന്ന് മുങ്ങും. ഞാനാണ് പ്രധാന പ്രേക്ഷകൻ. ഇഞ്ചക്ഷനൊക്കെ ലീലാമ്മ സിസ്റ്റർ കൃത്യസമയത്ത് തന്നോളൂ. ഞാൻ മറ്റേ എനിക്ക് കത്തൊന്നുമില്ലേ? ഉണ്ടല്ലോ. രജിസ്റ്ററാ? രജിസ്റ്ററാ? അപ്പൊ ഒപ്പിടണ്ടേ? പിന്നെ പേന പേന മനസ്സിന്റെ വെളുത്ത് മാറി. അയ്യോ, ഇതെനിക്കുള്ളതല്ല. മുകളിൽ സ്ത്രീകളുടെ വാർഡിൽ 4-ാം നമ്പർ സെല്ലിൽ കൊടുക്കാനുള്ളതാ. ഇതാ തന്നെ കൊണ്ടു കൊടുക്കണേ. ഞാൻ കൊണ്ട് കൊടുത്തിട്ട് വരാം. പേന. ഡോക്ടറെ, ഡോക്ടർക്ക് ഒരു കത്തുണ്ട്. എനിക്കോ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, താൻ പോസ്റ്റ് ഓഫീസിൽ ചെയ്യൂ, ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചോളാം. സിസ്റ്ററിനൊരു ലവ് ലെറ്റർ ഉണ്ട്. ഇതല്ല ഇതല്ല ഇതല്ല. ഓക്കെ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു? ഫൈൻ. സിസ്റ്റർ, രാവിലെ ഇയാളെ ജനറൽ വാർഡിലേക്ക് മാറ്റി. ഓക്കെ, താങ്ക് യു. അങ്ങനെ വഴിക്കുവാ. കലക്കി കൈതാ. പിടിച്ചോ. ഇവിടെ അല്ല, അവിടെ. ഇതെന്താ? ഇഞ്ചക്ഷനാ? എനിക്ക് വേണ്ട. ഇഞ്ചക്ഷനും മരുന്നൊക്കെ ഉപയോഗിച്ചെങ്കിലേ എളുപ്പം ഇവിടുന്ന് പുറത്തു പോകാൻ പറ്റുള്ളൂ. സാറിന്റെ കാര്യത്തിൽ എനിക്ക് പ്രത്യേക താല്പര്യമുള്ളതാണ്. സമയാസമയങ്ങളിൽ സിസ്റ്റേഴ്സിനെ വിളിച്ചുകൊണ്ട് നിന്നൊക്കെ ചെയ്യിക്കുന്നു. ഈ ഒരു കാര്യത്തിൽ എന്നോട് വലിയ താല്പര്യം വേണമെന്ന് എനിക്ക് നിർബന്ധമില്ല. പെങ്ങളെ എനിക്കിത് വലിയ പേടി, അതുകൊണ്ട് വേണ്ട. പോസ്റ്റ്
സാറിന് മണി ഓർഡർ വല്ലതും വേണോ? വേണം. എന്റെ കയ്യിലില്ല. പറവൂർ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ്മാനായിരുന്നു ഗോപാലൻ. ഒരു വീട്ടിൽ എഴുത്ത് കൊടുക്കാൻ വേണ്ടി ചെന്ന് ഭർത്താവും 2 കുട്ടിയുള്ള സ്ത്രീകരെ കൊണ്ട് പ്രേമിച്ചു. ഇരുട്ടടി കിട്ടിയതാ. ഇങ്ങനെ ആയിപ്പോയി. അയ്യോ, എന്ത് മരുന്നത്? ഇത് ക്ഷീണം മാറാനുള്ളതാ. സിസ്റ്റർ അറിയുമോ പ്രഭാകരൻ സാറിന്? വലിയ നാടകട. ഇരപ്പം കൂടെ പ്രഭാകരൻ വരില്ലേ? എന്നും നാടകം 2-3 കളി ഉണ്ടാവും. ഉറക്കം ഇളച്ചളച്ച് ഇങ്ങനെ ആയി പോയതാ. സാർ ഇവിടെ കിടന്നു, ഞാനിപ്പോ വരാം. തോമസൂട്ടി, ജോർജ് ഇവിടെ വന്നേ. വരാൻ വന്നേ. നിങ്ങൾ ഈ സാറിനെ അറിയോ? നാടകക്കാരനാ. അകലെ അമേരിക്കയിലേക്കെന്ന നാടകത്തിലെ ഡോക്ടർ മാത്യൂസ്. എന്താ കലക്ക്. നിങ്ങളിത് വെച്ചോളൂ. ഞാൻ ഇന്നവരെ കൈക്കൂലി വാങ്ങിച്ചിട്ടേ ഉള്ളൂ, കൊടുത്തിട്ടില്ല. ആദ്യമായിട്ട് തരികയാണ്. എന്തിനാണെന്നറിയാമോ? ഡോക്ടർ ഒന്നും അറിയണ്ട, നമുക്ക് ഈ സാറിന് ഒരു ഉഗ്രൻ ഷോക്ക് കൊടുക്കണം. അയ്യോ, ഷോക്കോ? ഇറങ്ങിപ്പോടുന്നു. ഭ്രാന്തില്ലാത്ത എന്നെ നിങ്ങളൊക്കെ കൂടി ഭ്രാന്തനാക്കും. ഡോക്ടർ, എനിക്ക് ഷോക്ക് തരാൻ പോകുന്നേ. ഓടി വായോ. ഇറങ്ങിപ്പോടുന്നു. എന്താ? കൊല്ലും ഞാൻ എല്ലാத்தைയും. എനിക്ക് ഷോക്ക്. പോളെ, എനിക്ക് ഇവന്മാർക്ക് ഷോക്ക് തരാൻ പോകുന്നു. അയ്യോ, നീ വന്നേ. നീ ഒരു മിനിറ്റ്. അതല്ല, ആ തടിയുള്ള ചേട്ടൻ. അതെ അതെ, ഈ നാടക ക്യാമ്പിൽ ഇസ്ത്രി ഇട്ടോണ്ടിരുന്നപ്പോ ഷോക്ക് അടിച്ച അവൻ ഇങ്ങനെ ആയത്. ഡോക്ടർക്ക് പോലും ഈ വീഴറിയില്ല. അതുകൊണ്ട് ഇനി ഷോക്ക് അടിപ്പിച്ച അവന്റെ വട്ട് കൂടും. ഈ കൈക്കൂലി വെച്ചോ. എടാ, ആ പോയവനെ പിടിച്ച് അകത്തിടാൻ വല്ല മാർഗോട്ടോ നോക്ക്. അല്ലെങ്കിൽ അവനെ സ്നേഹിച്ച് സ്നേഹിച്ച് ഷോക്ക് അടിപ്പിച്ച് കൊല്ലും. നീ പേടിക്കാതിരിക്കെ, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മുങ്ങാം. മുങ്ങാം, പക്ഷെ പൊങ്ങുന്ന യമുനയുമായിട്ടായിരിക്കണ്ടേ? അതിനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അതിന് എന്നെ ഇവിടെ നിന്ന് ആദ്യം ജനറൽ വാർഡിലേക്ക് മാറ്റാനുള്ള ഒരു വഴി നോക്കണം. അത് ഞാൻ ഏറ്റു. അതിനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എന്ത് വഴി? അതൊക്കെ ഉണ്ട്. ചളമാക്കരുത്. പ്രാന്തന്മാർക്ക് എടുക്കാനുള്ള ഇഞ്ചക്ഷനാണ് എനിക്ക് ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത്. ഭ്രാന്തില്ലാത്തവന് ഇഞ്ചക്ഷൻ എടുത്തുള്ള അനുഭവം അറിയാലോ. അവനും ഭ്രാന്തനായി മാറും. നീ നാടകത്തിൽ നല്ലൊരു ഭ്രാന്തനായിരുന്നു. യഥാർത്ഥ ജീവിതത്തിലും അങ്ങനെ തന്നെ ആയി മാറാൻ നോക്ക്. ഓൾ ദി ബെസ്റ്റ്. നീ എന്താ എന്നെ തെറി വിളിക്കാത്തത്? പോ പോ. ആകാശവാണി സംസ്കൃതത്തിൽ വാർത്തകൾ വായിക്കുന്നത് ശങ്കരവേലു. എം ആകാശവാണി സംപ്രതി വാർത്താഹ സുയന്താം പ്രവാചക ബലദേവാനന്ദ സാഗര ശ്രീഹരിക്കോട്ടയാം റോക്കറ്റാം വിക്ഷേപണാഹ മൂക്കുംകുത്തി വീണാഹ 32 കോടി പോയാഹ. എവിടെ നോക്കിയാണോ വണ്ടി ഓടിക്കുന്നത്? എടാ പോളെ, നീയായിരുന്നു. ഓഹോ, താനാണോ? താൻ എന്നെ വണ്ടി എത്തി കൊല്ലാൻ നോക്കിയാണല്ലേ? കൊള്ളാം. തേടിയ വള്ളി കാലി ചുറ്റെന്ന് പറഞ്ഞ പോലെയായി. നിങ്ങളിത് എവിടെ ആയിരുന്നു മക്കളെ? ഞാൻ നിങ്ങളെ അന്വേഷിക്കാൻ നോക്കിയിട്ട് നാളെ എത്രയാണെന്ന് അറിയാവോ? താൻ എന്തിനാ ഞങ്ങൾ അന്വേഷിക്കുന്നത്? നീ എന്താ ഈ പറയുന്നേ? ഇങ്ങനെ നടന്നാ മതിയോ? നമുക്ക് നാടകം കളിക്കണ്ടേ? പ്രഭാകരൻ എവിടെ? ഞങ്ങള് നാടൻ കളിയൊക്കെ നിർത്തി. നിർത്തിയോ? പിന്നെ ഞാൻ നിങ്ങൾ ദേഷ്യത്തിൽ പറഞ്ഞെന്ന് വെച്ച് നിങ്ങളത് കാര്യത്തിലെടുക്കാവോ? നീ അറിഞ്ഞോ? സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിച്ചു. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും നല്ല നാടകനാടനുള്ള അവാർഡ് നമ്മുടെ പ്രഭാകരനാണ്. നേരോ? എന്നിട്ട് പത്രത്തിലൊന്നും കണ്ടില്ലല്ലോ. ഇന്ന് രാവിലെ ഫോണിൽ വിളിച്ചു പറഞ്ഞതാ. നാളത്തെ പത്രത്തിൽ എല്ലാ വിവരങ്ങളും ഉണ്ടാവും. നല്ല നാടകത്തിനുള്ള അവാർഡ് നമുക്കാടാ. നിങ്ങൾ അന്വേഷിക്കുന്ന സ്ഥലമൊന്നുമില്ല. ഞാൻ പ്രഭാകരന്റെ വീട്ടിലും പോയിരുന്നു. വീട്ടിൽ പോയി എങ്ങനെയാണ്? പ്രഭ ഭ്രാന്താശുപത്രിയിലല്ലേ? പ്രശാന്തി മെന്റൽ ക്ലിനിക്കിൽ. ഭ്രാന്താശുപത്രിയിലും? ആരോടും പറയരുത്. സത്യമായിട്ടൊന്നും ഭ്രാന്തൊന്നുമില്ല. പ്രഭയ്ക്ക് ഭ്രാന്താശുപത്രി ജോലി കിട്ടി. അതാ. പ്രശാന്തി മെന്റൽ ക്ലിനിക്. നേരാണോ വക്കസിൻ ചേട്ടാ? എനിക്കാണോ ഇപ്രാവശ്യത്തെ അവാർഡ്? അതേടാ മോനെ. ചേട്ടാ, ഈ ബെസ്റ്റ് ആക്ടറിന് എന്റെ പേരൊന്നും പരിഗണനയിൽ വന്നില്ലേ? നിന്റെ പേര് ജഡ്ജിങ് കമ്മിറ്റി പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടോ? എടാ, നീ 3 പ്രാവശ്യം ഡയലോഗ് തെറ്റിച്ച് ഒഴിച്ചാൽ നാടകത്തിൽ ഒരു കുഴപ്പമില്ലെന്നാണ് അവരുടെ ഏകകണ്ഠമായ അഭിപ്രായം. അല്ല, ഇവനത് എന്ത് പറ്റി? അത് ഞങ്ങൾ യമുനയെ രക്ഷിക്കാൻ വേണ്ടി അന്ന് ബക്കറ്റൻ ചേട്ടൻ വണ്ടി ഇറക്കി വിട്ടപ്പോ പെട്ടെന്നുണ്ടായ ഷോക്കിൽ സംഭവിച്ചതാ. ശ്ശോ, എന്റെ കർത്താവേ, എന്നോട് പൊറുക്കണേ. പ്രഭാകരന് അത്രമാത്രം ആത്മാർത്ഥതായിരുന്നു ചേട്ടനോട്. കുറ്റബോധം എന്നെ വേട്ടയാടുന്നു പ്രഭാകര. എനിക്കും ഷോക്ക് വന്നതാ. ഭാഗ്യത്തിന് ഇവനെ പോലെ വട്ടായില്ല. നിനക്കിനി പ്രത്യേകിച്ച് വട്ട് വരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ചേട്ടാ, ഇവൻ പറയുന്നൊന്നും വിശ്വസിക്കരുത്. ഞാൻ ഭ്രാന്തനായിട്ട് അഭിനയിക്കുകയല്ലേ? വേണ്ട. ഇപ്പോഴും സ്റ്റേജിലാണെന്നാണ് അവന്റെ വിചാരം. ഭ്രാന്തൻ റോളിന് പ്രഭാകരനെ വെല്ലാൻ വേറെ ആള് ജനിക്കണം. അറം പറ്റിയല്ലോടാ മോനെ. ചേട്ടാ, സത്യമായിട്ട് എനിക്ക് ഭ്രാന്തില്ല. ഇതൊക്കെ ഞങ്ങളുടെ ഒരു പ്ലാൻ അല്ലേ? പറഞ്ഞു കൊടുക്കണം പുല്ലേ.
കണ്ടോ വയലന്റ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. എന്റെ പൊന്ന് ചേട്ടാ, ഞാൻ എന്ത് ചെയ്യും? ഡോക്ടർമാര് വളരെ വില കൂടിയ മരുന്നുകളാണ് കുറിച്ച് തന്നിരിക്കുന്നത്. പോരാത്തിന് ഡെയിലി 6 നേരം ഫ്രൂട്ട്സും പാലും വാങ്ങിച്ചു കൊടുക്കണം. ഇതിനൊക്കെ കാശിന് ഞാൻ എവിടെ പോകും? നല്ല കാര്യമായി പോയി. വിശുകല തിയേറ്റേഴ്സിന് അഭിമാന സ്തംഭം ഇങ്ങനെ ഭ്രാന്തരായി കിടന്ന് മരിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. നിനക്ക് എത്ര കാശ് വേണം പറ? 1000 രൂപയുണ്ട്, പിടിച്ചു. താങ്ക് യു. ദാനശീലത്തിൽ കർണന്റെ ചേട്ടനാണ് വക്കച്ചൻ ചേട്ടനെന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. അതൊന്നും സാരമില്ല. വീണ്ടും നാടകം കളിക്കാൻ തുടങ്ങുമ്പോ നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് ഞാൻ തിരിച്ചു പിടിച്ചോളാം. ആ 1 മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. ദേ ഒരുമാതിരി ആസാക്കരുത്. 6 നേരം ഫ്രൂട്ട്സ് നിന്റെ അച്ഛന് മേടിച്ചോണ്ട് കൊടുക്കണ. എന്റെ അച്ഛന് ഫ്രൂട്ട്സ് അത്ര ഇഷ്ടമല്ല. ഞാൻ ഇതിനകത്തുള്ള കാര്യം നീ എന്തിനാ മാപ്പിളോട് ചെന്ന് ഒലത്താൻ പോയത്? അത് ഒരു അബദ്ധം പറ്റി. അല്ല, അബദ്ധം പറ്റിയാണെന്ന് എനിക്ക് തോന്നും. എന്നാൽ അതല്ല കാര്യം. ഇടാ വക്കച്ചൻ ചേട്ടന്റെ മനസ്സ് കുറ്റബോധം കൊണ്ട് നീറിക്കോട്ടെ എന്ന് കരുതി ഞാനിട്ട ഒരു പരിപാടിയാ. യമുനയുടെ കാര്യം പുള്ളി അറിയാനും പാടില്ല. എടാ പോളെ, നീ കടയിൽ പോയി കുറച്ച് വിഷം വാങ്ങിച്ചോണ്ട് പോടാ. എന്ത് വിഷം? എന്ത് വിഷമെങ്കിലും ആയിക്കോട്ടെ, എന്നിട്ട് അതെനിക്ക് കലക്കിത്ത. എടാ പരമ തെണ്ടി, നിന്റെ ഒടുക്കലത്തെ ഒരു ഐഡിയ കാരണമാ ഞാൻ ഈ കോലത്തിൽ ഇതിനകത്തായത്. എന്റെ കൺമുന്നിൽ കണ്ടുപോരുന്നു. പോടാ പോടാ. കൊച്ചിനെ താഴെടുത്തോ. നിർത്താൻ. പോയി കിടക്കാൻ. ഇങ്ങോട്ട് വന്നേ. ചെന്ന് കിടക്കാൻ. മുന്നോട്ട് ഞാൻ സാറേ നമസ്കാരം. അടങ്ങി കിടക്കാൻ. കൊള്ളാം. നല്ല ഉറക്കം, നല്ല ആഹാരം, നല്ല സുന്ദരികളായ നേഴ്സുമാർ, ചുറ്റും നിനക്ക് പറ്റിയ കൂട്ടും. ഇക്കണക്കിന് നീ ഇവിടെ തന്നെ അങ്ങ് താമസമായി കളയോ? എന്നും കുന്നും നിന്റെ കൂടെയുള്ള താമസനൊക്കെ ഭേദ. നീ അവിടെ പോയി കിടക്കായിരുന്നു? യമുനയുടെ അമ്മച്ചിയെ കാണാൻ പോയിരുന്നു. ഓ, പിന്നെ അവിടെ പോയി കാശ് മേടിച്ചല്ലേ? ഞാൻ നിന്നെ പോലെ അത്ര ചീപ്പാണെന്ന് കരുതിയോ? ഒന്നും വാങ്ങില്ലേ? നിനക്ക് ഫ്രൂട്ട്സ് വാങ്ങിക്കാനെന്നും പറഞ്ഞ് കുറച്ച് രൂപ വാങ്ങിച്ചു, അത്ര തന്നെ. ഓ, നീയൊക്കെ കൂടി എന്റെ വില കളയും. എന്നിട്ടാ ഫ്രൂട്ട്സ് അവിടെ? സോറി, നിനക്ക് വേണമായിരുന്നു. ഞാൻ ഇപ്പൊ തന്നെ അമ്മച്ചി എടുത്ത് പോയി കുറച്ച് രൂപ അവിടെ വാങ്ങിച്ചോണ്ടിരാം. വിരപ്പംകൂട് പ്രഭാകരൻ സാർ. പ്രശാന്ത് പ്രശാന്ത്. അത് തന്നെ, ഇത് പ്രശാന്ത്, അത് വേറെ. പോൾരാജ് സാറല്ലേ? അറിയോ? ഇതെന്ത് പറ്റി? അയ്യോ, എത്ര നല്ല നടനായിരുന്നു. പേരും കൂടി മറന്നുപോയി. ദിവസവും 2-3 നാടകം കളിച്ച് 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 ഉറക്കൊഴിച്ച് സംഭവിച്ചതായിരിക്കും അല്ലേ? എന്നെ ഓർക്കുന്നുണ്ടോ? അന്ന് ആലപ്പുഴയിൽ വെച്ച് ഉൾപ്രേക്ഷ കാണാൻ കണ്ടിട്ട് ഗ്രീൻ റൂമിൽ ഒന്ന് അഭിനന്ദിച്ച കുഞ്ഞിരാമനാണ് ഞാൻ. കുഞ്ഞിരാമൻ. ശില്പി. അയ്യോ, ശില്പിയൊന്നുമല്ല. ഞാനും ഒരു കലാകാരനാണ്, നാടകാസ്വാദകൻ. കലാകാരന്മാരെന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ്. ഒരാഴ്ചക്കകം സാറിന്റെ ഭ്രാന്തിയെ മാറ്റിത്തരും. ഇല്ലെങ്കിൽ എന്റെ പേര് ഞാൻ മാറ്റും. ഇവിടത്തെ സ്റ്റാഫിനും ലേശം വട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ, ഞാൻ എന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. എന്നോട് തനിച്ചാക്കിട്ടോ? നീ ഇതിനകത്ത് സേഫ് അല്ലേ? പേടിക്കാൻ എന്തിരിക്കുന്നു? ഞാൻ നിന്റെ വീട്ടിലും പോയി വിവരങ്ങൾ അന്വേഷിച്ചറിഞ്ഞിട്ട് നാളെ മടങ്ങിയെത്താം. നമ്മൾ എവിടെയെന്ന് അറിയാതെ അവർ കിടന്ന് വിഷമിക്കുന്നുണ്ടാവും. എന്റെ വീട്ടിൽ പോയി അത് ഇതും പറഞ്ഞ് പിടിപ്പിച്ച നിന്നെ ഞാൻ. അതെ, ഇതിനകത്ത് കിടന്ന് ബോറടിക്കുകയാണെങ്കിൽ അമരത്തിലെ മമ്മൂട്ടിയുടെയും ഭരതത്തിലെ മോഹൻലാലിന്റെയും മിമിക്രിയാണ്. എന്റെ മക പരൂഷ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. കാക്ക മലന്ന് പറക്കൂന്ന് പറഞ്ഞിട്ട് എന്തോ ആയി. മുണ്ടാട്ടം മുട്ടിപ്പോയ. അമ്മേ, ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ. പോളേട്ടന് ആളൊരു സുന്ദരനായിട്ടുണ്ടല്ലോ. പോളേട്ടന് സൗന്ദര്യം കൂടിക്കൂടി വരുന്നുണ്ടെന്ന് പറയുന്നതല്ലേ കുറച്ചുകൂടി കറക്റ്റ്? വല്ല കോൾ എന്തോ ഒത്ത ലക്ഷണം ഉണ്ടല്ലോ പോളേട്ടാ. എല്ലാം പറയാം. നിങ്ങളിത് എവിടെയായിരുന്നു പോളെ? പ്രഭ എവിടെ? നമ്മുടെ കഷ്ടകാലം ഒക്കെ മാറിയമ്മേ. ഞങ്ങൾ വക്കച്ചന്റെ ട്രൂപ്പിൽ നിന്ന് പോന്നു. ഇപ്പൊ എറണാകുളത്തുള്ള ഒരു പുതിയ ട്രൂപ്പിലാ. ദിവസം 2 കളി വെച്ചുണ്ട്. അടുത്ത ആഴ്ച ഉത്തരേന്ത്യൻ ടൂറിന് പോകാനുള്ള തയ്യാറെടുപ്പില്ല. അതുകൊണ്ടാ പ്രഭ വരാഞ്ഞത്. 1 മാസം കഴിഞ്ഞേ വരൂ. ആ വിവരം ഇവിടെ ഒന്ന് പറയാൻ എന്നോട് പ്രത്യേകം പറഞ്ഞയച്ചു. ബോംബെയിലൊക്കെ ഡ്രസ്സിന് വളരെ വിലക്കുറവാ. ഞങ്ങൾക്ക് കുറച്ച് ഡ്രസ്സ് എടുത്തു തരാൻ പറയണം. എനിക്ക് ചുരിദാർ മതിയെന്ന് പറയണം. ഇതൊക്കെ നിങ്ങൾ പറയാതെ തന്നെ ഞങ്ങൾ വാങ്ങിക്കൊണ്ടിരില്ലേ? എന്താ ഇത്? 2-3 ദിവസമായി അവന്റെ യാതൊരു വിവരവും ഇല്ലാതായപ്പോ ഞാൻ വല്ലാതെ വിഷമിച്ചു പോയി. ഈ അമ്മമാരൊക്കെ ഇങ്ങനെയാ. എങ്ങനെ? ഞാൻ എന്റെ വീട്ടിൽ ചെന്നപ്പോഴും ഇതേ സിറ്റുവേഷൻ ആയിരുന്നു. അമ്മ ഇതേ ഡയലോഗ്, ഇതേ റിയാക്ഷൻ. അടുത്ത ആഴ്ച ഇവിടെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്. അവനില്ലാതെ എങ്ങനെയാ? അതിനെന്താ, അവരെ ഒന്ന് കണ്ടിട്ട് പൊക്കോട്ടെ. ഉത്തരേന്ത്യൻ ടൂർ കഴിഞ്ഞ് മടങ്ങി വന്നിട്ട് ഞങ്ങൾ അവരെ പോയി കണ്ടോളാം.
ദാ ഇത് പ്രഭാകരൻ തന്നയിച്ചതാ. ഒരു കത്ത് എഴുതാൻ പറയണം. പറയാം. ഞാൻ ഇറങ്ങട്ടെ. മുതലാളി തന്നയിച്ച കാറാ. ഉടനെ മടങ്ങി ചെല്ലണം. ഒരു കാപ്പി കുടിച്ചിട്ട് പോവാം. വേണ്ട, ഞാൻ ഇപ്പൊ ചില്ലി ചിക്കനും ഫ്രൂട്ട് സാലഡും കഴിച്ചതേ ഉള്ളൂ. ആഹാ. അതെ, കെട്ടാൻ വരുന്നവൻ എന്നെ പോലെ സ്മാർട്ടാണെന്ന് പ്രത്യേകം നോക്കണേ. നീയാണ് കുറ്റവാളി. അയ്യോ, നീയാണ് കുറ്റവാളി. നാടകത്തിൽ റൗഡി കൃഷ്ണ അഭിനയിച്ച പൂച്ചാക്കൽ റഷീദ്. അതെ. സാറിനും അസുഖത്തിന്റെ ലക്ഷണങ്ങൾ തുടങ്ങിയല്ലേ? അയ്യോ, എനിക്ക് അസുഖമൊന്നുമില്ല. ഞാനിവിടെ എന്തൊരു കഷ്ടമാണ് ഈശ്വര. നാടകന്മാർക്ക് ഓരോരുത്തർക്കായി ഇങ്ങനെ തുടങ്ങിയ ആദ്യം പ്രഭാകരൻ സാറിന്, പിന്നെ പോൾരാജ് സാറിന്, ദേ ഇപ്പൊ എന്റെ പൊന്ന്. എന്താ പേര്? കുഞ്ഞിരാമൻ. കുഞ്ഞിരാമൻ ചേട്ടാ രോഗിയാണോ? അല്ല, പേഷ്യന്റ് ആണോ? അല്ല, അറ്റൻഡറാണ്. ആരായാലും വിരോധമില്ല. പടച്ചോനാണ് സത്യം. എനിക്ക് അസുഖമൊന്നുമില്ല. ഞാൻ പ്രഭാകരനും പോളിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ആദ്യം പോൾ സാറിന് അസുഖമൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നീട് പകർന്നതല്ലേ. അതുകൊണ്ട് സാറും സൂക്ഷിക്കണം. ഞാനും ഒരു കലാകാരനായതുകൊണ്ടാണ് പറയുന്നത്. അവരെവിടാ കിടക്കുന്നത്? ആരാ വന്നിരിക്കുന്നു? ഇത് കാണുമ്പോ സൂര്യ നമസ്കാരം എന്ന നാടകത്തിൽ ജയിലിൽ കിടക്കുന്ന ചേട്ടനും അനിയനും അവരെ കാണാൻ വരുന്ന ഫീച്ചർ എഴുതാൻ വരുന്ന പത്രക്കാരൻ ആ രംഗമാണ് എനിക്ക് പോകുന്ന വരുന്നത്. ഓ, തുടങ്ങി സിസ്റ്റം. അവർക്ക് എപ്പോ നോക്കിയാലും ഞാൻ നല്ല അടുത്ത് വേണം. എന്നാ താൻ ചെല്ല് പോ. പ്രഭാകരന് അസുഖമെന്ന് പത്രത്തിൽ കണ്ടിട്ടാണ് ഞാൻ വന്നത്. ഇപ്പൊ നിനക്കും തുടങ്ങിയ അനാവശ്യം പറയരുത്. എന്റെ പൊന്ന് പൂച്ചാക്കലെ, ഞങ്ങൾക്ക് പ്രാന്ത് മണ്ണാങ്കട്ട് ഒന്നുമില്ല. ഇതൊക്കെ ഞങ്ങളൊരു നാടകം കളിച്ചല്ലേ. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ അതിലും വലിയ കുഴപ്പത്തിൽ വന്ന് ചാടിയിരിക്കുക. എന്ത് കുഴപ്പം? ഇങ്ങനെ പോയ നാടക നടന്മാർക്ക് മാത്രമായിട്ടൊരു സ്പെഷ്യൽ വാർഡ് ഇവിടെ തുടങ്ങേണ്ടി വരും. എന്റെ പേടി അതല്ല, ഇവിടുത്തെ ചില അറ്റൻഡേഴ്സിനെ തന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുമോന്നാ. ഇളിക്കണ്ട. ഏതായാലും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അസുഖം വരില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അതെന്താ? തലച്ചോറില്ലാത്തവർക്ക് തലച്ചോറിന്റെ അസുഖം എങ്ങനെ വരാനാ? ഇതാണ് സംഭവം. അങ്ങനെ യമുനയെ രക്ഷപ്പെടുത്താമെന്ന് ഞങ്ങൾ അവസാനം ട്രാപ്പിലായി. യമുനയ്ക്ക് വേണ്ടി ആ ഡോക്ടർ ഞങ്ങളെ കൊല്ലാൻ പോലും മടിക്കില്ല. അയ്യോ, എന്നാ പിന്നെ എങ്ങനെയെങ്കിലും അയാളെ കണ്ണുവെട്ടിച്ച് ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്ക്. ഞങ്ങൾക്ക് മാത്രം രക്ഷപ്പെട്ടാ മതി എന്നുണ്ടായിരുന്നെങ്കിൽ ബീനെ വിചാരിച്ചാ പോരെ. ഇപ്പൊ അതുപോലല്ലോ. പിന്നെ യമുനയെ കൂടെ ഇവിടുന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടേ പോകുന്ന ആശാൻ പറയുന്നത്. ഓഹോ, അപ്പൊ അവിടം വരെ എത്തിയോ പ്രഭാകര? ഇങ്ങനെ കുത്തി കുത്തി ഒരു ഐഡിയ കൊണ്ടുവന്നിട്ടില്ല, അവസാനം ഈ ഗതിയിലായത് പറയുന്നത്. ഇവിടുന്ന് രക്ഷപ്പെടാൻ ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. നിനക്കത് ചെയ്യാൻ പറ്റും? തീർച്ചയായും. ഇങ്ങൊന്നേ. ഞാൻ ഏറ്റു. ഓക്കെ ഓക്കെ ഓക്കെ. നല്ല ഉഗ്രൻ ഐഡിയ. എന്ത്? എന്താ ഞാൻ കേട്ടില്ല, പറഞ്ഞുതരൂ. ആ കുത്തിക്ക് കളിക്കാം.